ഹലോ ഫ്രണ്ട്സ്, BC Tech മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ് ഈ 9 വോൾട്ട് ബാറ്ററി. ഇത് 20 രൂപക്കൊക്കെ കടകളിൽ വാങ്ങാൻ കിട്ടും. ഇത് റീചാർജ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നാൽ ഈ ബാറ്ററി നമ്മൾ സാധാരണ വലിച്ചെറിയാണ് പതിവ്. അപ്പോൾ ഈ ചാർജ് ചെയ്യുന്ന 9 വോൾട്ട് ബാറ്ററി വലിച്ചെറിയുന്നതിന് പകരം ഈ 9 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു 9 വോൾട്ട് ബാറ്ററിയുടെ തന്നെ ഒരു കണക്ടർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാർജ് ചെയ്യുന്ന 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം മുഴുവനായിട്ടും സ്ട്രിപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഹെക്സഗണൽ ഷേപ്പിലുള്ള മെറ്റൽ പീസിന് കട്ട് ചെയ്യുമ്പോൾ ഒന്നും പറ്റാതെ പരമാവധി നോക്കണം. കാരണം ഇത് കണക്ടറിൽ കൊടുക്കേണ്ട ഭാഗമാണ്. അതിനൊന്നും പറ്റാതെ പരമാവധി കട്ട് ചെയ്യുക. അവസാനം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു കറുപ്പ് ഭാഗം കിട്ടും. ഈ കറുത്ത ഭാഗം നമ്മൾ സ്ട്രിപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. സ്ട്രിപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് പീസ് കിട്ടും. ഇനി റൗണ്ട് ഷേപ്പുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നെഗറ്റീവ് വയർ കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹെക്സഗണൽ ഷേപ്പിലുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് വയറും കണക്ട് ചെയ്യണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതിൻ്റെ പേപ്പറുള്ള ഭാഗത്ത് നെഗറ്റീവും പേപ്പർ ഇല്ലാത്ത ഭാഗത്ത് പോസിറ്റീവുമാണ് കണക്ട് ചെയ്യുന്നത്. ബ്ലഡ് ആക്കിയതിന് ശേഷം ഈ പേപ്പറുള്ള ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് വയർ അഥവാ നെഗറ്റീവ് വയർ സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 വയറും സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഗ്ലൂ ഗൺ എടുത്ത് ഇതിൻ്റെ മുകളിലൊക്കെ പശയാക്കി കൊടുക്കാം. പറയാനുള്ളത് നമ്മൾ ഇത് ഈ 5 രൂപക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കണക്ടറാണ്. പക്ഷേ ഇതൊരു കണ്ടാൽ തന്നെ ഒരു ക്വാളിറ്റി ഇല്ല. അതല്ല, ഇത് കണക്ട് ചെയ്യുമ്പോഴും ഊരിയെടുക്കുമ്പോഴും നല്ല ഫോഴ്സും കൊടുക്കേണ്ടി വരുന്നു. ഇത് കണക്ടർ പെട്ടെന്ന് കേടുവരുത്തും. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ കണക്ടർ വളരെ യൂസ്ഫുള്ളാണ്. കാരണം അത് കണക്ട് ചെയ്യാനും ഊരിയെടുക്കാനും നമുക്ക് വളരെ ഈസിയായി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ മാക്സിമം ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ എൻ്റെ BC Tech മലയാളം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.